ഹായ് ചങ്ങാതിമാരെ. തുള്ളി, ഇത് നോക്കൂ, നീ വരച്ച ദിനോസറിന്റെ പടം. ഹായ് ഉഗ്രൻ, നീ ഒരു ചിത്രകാരി തന്നെ. താങ്ക് യു തുള്ളി. ഇന്നലെ നമ്മള് ദിനോസറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി പറഞ്ഞോ? പറഞ്ഞു. വീട്ടിൽ ജുറാസിക് പാർക്ക് സിനിമയുടെ CD ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊന്നുകൂടി കണ്ടു. ജുറാസിക് പാർക്ക് സിനിമയുടെ സംവിധായകൻ ആരാന്ന് ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചു. സ്റ്റീഫൻ സ്പിൽബർഗ് അല്ലേ? ശരി ഉത്തരം. ഇനിയൊരു കാര്യം ചോദിക്കട്ടെ, ജുറാസിക് പാർക്ക് സിനിമയിൽ എങ്ങനെയാ ശാസ്ത്രജ്ഞന്മാർ ദിനോസറുകളെ വീണ്ടും ഉണ്ടാക്കുന്നത്? അത് കൊതുകിന്റെ ഉള്ളിലെ ഡിനോസറിന്റെ ചോരയെടുത്തല്ലേ? അപ്പൊ മീയെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ ചങ്ങാതിമാർക്ക് വേണ്ടി അതൊന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്താലോ? ഡിനോസറുകൾ ജീവിച്ചിരുന്ന കാലത്ത് ഒരു കൊതുക് ഡിനോസറിനെ കടിച്ച ശേഷം അതിന്റെ ചോരയും വയറ്റിലാക്കി പറന്ന് ഒരു മരക്കൊമ്പിൽ ചെന്നിരിക്കുന്നു. ആ മരത്തിലെ ഒരു പശയിൽ ഒട്ടിപ്പിടിക്കുന്ന കൊതുക് മരിച്ചു പോകുന്നു. പക്ഷേ പശയിൽ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് കൊതുകിന്റെ ശരീരത്തിനും അതിന്റെ വയറ്റിലെ ഡിനോസറിന്റെ ചോരയ്ക്കുമൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ടും ഒരു കുഴപ്പവും പറ്റുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് കുറെ ശാസ്ത്രജ്ഞന്മാർക്ക് ആ ഡിനോസറിന്റെ ചോര കിട്ടുന്നു. അത് വെച്ച ജുറാസിക് പാർക്ക് സിനിമയിലെ ഡിനോസറുകളെ ഉണ്ടാക്കുന്നത്. മിടുക്കി. ചങ്ങാതിമാരെ, സിനിമ കാണുമ്പോൾ നിങ്ങളും ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണേ. എന്നാൽ ഇനി നമുക്ക് തുള്ളിപ്പാടത്തിലേക്ക് പോയാലോ? ഇന്ന് പുതിയൊരു അക്ഷരമാണ്. അതേതക്ഷരമാ? അതറിയാനല്ലേ തുള്ളിപ്പാടം. ശരി, എന്നാൽ ഇനി തുള്ളിപ്പാടം. ഇന്ന് പുതിയൊരു അക്ഷരത്തെ പരിചയപ്പെടാം. കാ കുടുംബത്തിൽ 5ാമനാണ് ഇദ്ദേഹം. പേര് ങ. ഇനി നമുക്ക് എഴുതി നോക്കാം. ആദ്യം ഒരു ചെറുവട്ടത്തിൽ തുടങ്ങി മുകളിലേക്ക് കയറി താഴേക്ക് വലുതാക്കി വളച്ചിറക്കി വീണ്ടും മുകളിലേക്ക് കയറി വളച്ച് കുനിപ്പിച്ചിട്ടെടുക്കണം. ഇതാണ് ങ. ങ വെച്ച് തുടങ്ങുന്ന വാക്കുകൾ വളരെ കുറവാണ്. പക്ഷേ മറ്റൊരു ങ കൂടി മലയാളത്തിലുണ്ട്. ആ ങ എങ്ങനെ എഴുതുക? ങ പോലെ തുടങ്ങി ആദ്യത്തെ കോളത്തിൽ ഉള്ളിലൂടെ എടുത്ത് പുറത്തിട്ട് ങ പോലെ അവസാനിപ്പിക്കണം. ഇതാണ് ങ. ങ ഇടയിലും നടുവിലുമൊക്കെയായി വരുന്ന കുറേ വാക്കുകളുണ്ട്. ചങ്ങാതി, അങ്ങനെ, മാങ്ങ. ഇനി മറ്റു വാക്കുകൾ ചങ്ങാതിമാർ കണ്ടെത്തി തുള്ളിയിലേക്ക് അയച്ചു തരണേ. തുള്ളി. കൊള്ളാമല്ലോ. അത് ശരിയാ. ങ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങും ഇങ്ങും ഒന്നും എത്താതെ പോങ്ങന്മാരായി പോയേനെ. തുള്ളി, ഒരു സംശയം ചോദിക്കട്ടെ? ഈ ഡിനോസറുകൾ പണ്ട് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് മനുഷ്യർക്ക് മനസ്സിലായത് എങ്ങനെയാ? അത് എനിക്കറിഞ്ഞൂടാട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഞാനിപ്പോ താമസിക്കുന്ന പുഴയുടെ അക്കരെ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു തരും. എന്നാ നമുക്ക് പോയി അദ്ദേഹത്തോട് ചോദിച്ചാലോ? അയ്യോ, നമ്മൾ എല്ലാവരും കൂടി ചെന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. ഞാൻ പോയി അദ്ദേഹത്തോട് ചോദിച്ചു വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി കേട്ടോ. അത് മതി. തുള്ളി വേഗം പോയി വരണേ. ശരി. മിയ, ഈ കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റിൽ ഗൂഗിൾ എന്നൊരു സംഭവമില്ലേ? ചിലപ്പോ അതിൽ അടിച്ചു കൊടുത്തിട്ടായിരിക്കും മനുഷ്യന്മാർ ദിനോസറിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അയ്യേ, ഈ മിന്നുത്തത്തേക്ക് ഒന്നും അറിഞ്ഞൂടാ. ആരെങ്കിലുമൊക്കെ കണ്ടെത്തി ഗൂഗിളിൽ ശേഖരിച്ചു വെക്കുന്ന കാര്യങ്ങളെ അതിലുണ്ടാകൂ. ആർക്കും അറിയാത്ത കാര്യങ്ങൾ ഗൂഗിളിനും അറിയില്ല. എന്നാ പിന്നെ തുള്ളി വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ചങ്ങാതിമാരെ, ഞാനെത്തി. എങ്ങനെയാ ഡിനോസറുകൾ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത്? 1820 മുതലാണ് ദിനോസറുകളെ കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കുന്നത്രേ. അക്കാലം മുതൽ ലോകത്തിന്റെ പല ഭാഗത്തും മണ്ണിനടിയിൽ നിന്നെല്ലാം മനുഷ്യൻ അതുവരെ കണ്ടിട്ടില്ലാത്ത എല്ലുകളും മറ്റും കിട്ടി. ആ എല്ലുകളും അസ്ഥികളും ഒക്കെ കുറേ ശാസ്ത്രജ്ഞർ ചേർന്ന് പഠിച്ചാണ് ദിനോസർ എന്നൊരു വിഭാഗം ജീവികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കിയത്. 1841 റിച്ചാർഡ് ഓവൻ എന്ന ശാസ്ത്രജ്ഞൻ
കുറെ പുതിയ തരം എല്ലുകളെ കുറിച്ച് പഠിച്ച ശേഷം ആ എല്ലുകളുടെ ഉടമയായിരുന്ന ജീവിക്ക് ഒരു പ്രത്യേക പേരിട്ടു. അതാണ് ദിനോസോറിയ. ആ പേരിൽ നിന്നാണ് പിന്നീട് ദിനോസർ എന്ന പേരുണ്ടായത്. ഡിനോസർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് പറയാട്ടോ. അതിനു മുൻപ് നമുക്ക് തുള്ളി വാർത്ത കാണണ്ടേ? ആ വേണം. അപ്പോൾ ഇതാ തുള്ളി വാർത്ത. അമേരിക്കയിലെ ചിക്കാഗോയിലുള്ള ഹൈനസ് ചോക്ലേറ്റ് എന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഇതാ നിർമ്മിച്ചിരിക്കുന്നു. 3 അടി ഉയരവും 21 അടി നീളവുമായാണ് ഈ ഭീമൻ ചോക്ലേറ്റ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അമേരിക്കയിലെ തന്നെ ആർമേനിയൻ എന്ന കമ്പനിയായിരുന്നു ഇതിനു മുമ്പ് ഭീമൻ ചോക്ലേറ്റ് നിർമ്മിച്ച് റെക്കോർഡ് നേടിയത്. ഏതായാലും ആ ചോക്ലേറ്റിനെ എല്ലാം ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ് ഈ പുതിയ ഭീമൻ ചോക്ലേറ്റ്. പക്ഷേ റെക്കോർഡ് നേടാൻ വേണ്ടി ഒന്നുമല്ല ഫൈനസ് ചോക്ലേറ്റ് കമ്പനി ഈ ചോക്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ കുട്ടികൾക്കായി വിവിധ സ്കൂളുകളിൽ ഈ കമ്പനി നടത്താൻ ഉദ്ദേശിക്കുന്ന നല്ല ആഹാരശീലങ്ങളെ കുറിച്ചുള്ള സെമിനാറിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഈ ചോക്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പക്ഷേ ഈ ചോക്ലേറ്റ് കണ്ടാൽ വാരി വലിച്ച് തിന്നാനല്ലേ നമുക്ക് തോന്നുക. എന്നാൽ ഈ വലിയ ചോക്ലേറ്റ് കാണിച്ചുകൊണ്ട് ഇതുപോലെ ഭീമൻ തീറ്റ തിന്നാതെ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കാനാണ് കമ്പനി നമ്മളോട് പറയുന്നത്. അങ്ങനെ ആവശ്യത്തിന് മാത്രം കഴിച്ചാൽ ഈ ചോക്ലേറ്റ് 2,93,50 പേർക്ക് കഴിക്കാമത്രേ. ഇന്നത്തെ തുള്ളി വാർത്ത ഇവിടെ അവസാനിച്ചു. നാളെ കാണാം. നമസ്കാരം. തുള്ളി, ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റ് കണ്ടാൽ എന്റെ കൺട്രോൾ പോവും. അങ്ങനെ കണ്ടാലും കൺട്രോൾ പോവാതെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കണം കേട്ടോ. അത് ഇത്തിരി പാടാ. ശ്രമിച്ചാൽ എല്ലാം നടക്കും. ദിനോസറുകളെ കുറിച്ച് മനുഷ്യൻ പഠിച്ചതൊക്കെ എത്ര കാലം ശ്രമിച്ചിട്ടാണെന്ന് അറിയാമോ? ഡിനോസർ എന്ന വാക്കിന് എന്താ അർത്ഥം? ഭീമൻ പല്ലി എന്നാണ് ദിനോസർ എന്ന വാക്കിന്റെ അർത്ഥം. ദിനോസറുകൾ പല്ലികളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാ. അപ്പൊ നമ്മൾ കാണുന്ന പല്ലികൾ ദിനോസറിന്റെ കുഞ്ഞനിയന്മാരാണല്ലേ? അതെ. ഈ ഡിനോസർ കുട്ടികളെ പ്രസവിക്കുകയാണോ ചെയ്യുക? അല്ലല്ല, ദിനോസറുകൾ മുട്ടയിടുന്ന ജീവികളാണ്. ആ മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുണ്ടാകുന്നത്. ജുറാസിക് പാർക്ക് സിനിമയിൽ ദിനോസറിന്റെ മുട്ട വിരിയുന്നത് കാണിക്കുന്നില്ലേ? ആ, അത് ശരിയാ. നല്ല കട്ടിയും നീളവും ഒക്കെയുള്ള മുട്ടകളായിരുന്നു ദിനോസറിൻ്റെത്. മുട്ടയിട്ടാലേ അവരത് മണ്ണിൽ കുഴിച്ചിടും. പിന്നെ ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാ മുട്ട വിരിഞ്ഞ് ദിനോസർ കുഞ്ഞ് പുറത്തു വരാം. അത് ശരി. എന്നാൽ നമുക്കിനി തുള്ളിവരയിലേക്ക് പോകാം. ശരി, തുള്ളി വരാം. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എല്ലാ ലെറ്റേഴ്സും കൊണ്ട് നമ്മൾ ഇപ്പോൾ ചിത്രം വരച്ച് പൂർത്തിയാക്കി. ഇനിയുണ്ടല്ലോ അക്കങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കാം. അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സ്. 1 എന്ന അക്കം എല്ലാവരും ഇങ്ങനെ എഴുതുക അല്ലേ? പക്ഷെ എന്നാൽ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ എങ്ങനെ എഴുതുക? ഒറ്റ വരയായിട്ട് അല്ലേ? എന്നാൽ ആ ഒറ്റ വര കൊണ്ടുള്ളൊരു ചിത്രം വരെയാണ് ഇന്ന് നാം കാണുന്നത്. ആദ്യം ഇങ്ങനെ 1 എന്ന് ഒരൊറ്റ വര വരയ്ക്കണം. അതിന്റെ തൊട്ടടുത്തായി ഒന്നുകൂടി ഇങ്ങനെ ഒരു വര വരച്ചോളൂ. ഇനി എന്താ ചെയ്യേണ്ടെന്നല്ലേ? ഇനി ഈ 2 വരകൾക്കും ഏറ്റവും താഴത്ത് നിന്ന് ചരിച്ചിങ്ങനെ ഒരു വര വരച്ച് ചേർക്കണം. കൂർത്ത ഒരു വര. ഇത് കാണുമ്പോൾ തന്നെ ഇത് എന്താണെന്ന് ഏകദേശം ഒരു പിടി കിട്ടിയല്ലേ? ഇനി എന്താ ചെയ്യേണ്ടെന്നല്ലേ? ഇനി മുകളിൽ 2 വരയും ചേർത്ത് ഇങ്ങനൊരു വളച്ച വര വരച്ചോളൂ. അതിന്റെ തൊട്ട് താഴെ ഒന്നുകൂടി. ഇനിയോ ഇങ്ങനൊരു വരയും ഇങ്ങനൊരു വരയും വരച്ച് അതിന് മുകളിലൂടെയും വളച്ച് വരച്ച് പൂർത്തിയാക്കണം. ഇനിതാ നമ്മൾ ആദ്യം ഒരു ത്രികോണാകൃതി പോലെ വരച്ചില്ലേ? അതിന് മുകളിൽ ഇങ്ങനെ വളച്ച്. ഇനിയോ ഒരു 2 തവണ കൂടി ഒന്ന് എഴുതിക്കോളൂ. ഇങ്ങനെ ഇങ്ങനെ. ഇനിതാ ഏറ്റവും അറ്റത്ത് ഇങ്ങനൊരു നിറവും കൊടുത്താൽ പെൻസിൽ കണ്ടോ?
വെറും പെൻസിലല്ല, അറ്റത്ത് റബ്ബറുള്ള പെൻസിൽ. എങ്ങനെയാ 1 എന്ന അക്കം കൊണ്ട് പെൻസിൽ വരച്ചത്? ഹലോ, രാജലക്ഷ്മിയാണോ? രാജലക്ഷ്മിക്ക് ഇത് ആരാണെന്ന് മനസ്സിലായല്ലോ. തുള്ളിയാണ്. തുള്ളിയെ കാത്തിരിക്കായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ, കേൾക്കട്ടെ. നമ്മള് മെയില് ടൂറൊക്കെ പോണുണ്ട്. എവിടെയാ? കന്യാകുമാരിയില്. അത് ശരി. കന്യാകുമാരിയിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ട്? തുള്ളിയില് പത്മനാഭപുരം കൊട്ടാരം കാണിച്ചു തന്നത് ഓർമ്മയുണ്ടോ? അത് പോയി കാണണേ. കന്യാകുമാരി പോകുമ്പോ അവിടെ പോയി കാണണം. എന്നിട്ട് തുള്ളിയെ വിളിച്ച് പറയാൻ വേണം. ആ, പാട്ട് പാടുവോ? പാട്ട് പാടാറില്ലേ, കവിത എഴുതാറുണ്ട്. അയ്യോ, എന്നാ ഒരു കവിത എഴുതിയ ഒരു കവിത എന്ന് പറഞ്ഞേ കേക്കട്ടെ. മധുരം മധുരം മലയാളം, മൈനകൾ കൊഞ്ചും മലയാളം, മഴയുടെ താളം മലയാളം, കൈലുകളാടും മലയാളം. ഗംഭീരായി രാജലക്ഷ്മി. എന്നാലേ മലയാള ഭാഷയിലുള്ള 1-2 കടങ്കഥകൾ ചോദിക്കട്ടെ. ചോദിക്കാൻ പോവാണ്. ആളെ കാണാത്ത കൈകൾ എന്തോ തപ്പി നടക്കുന്നു. ക്ലൂ. സമയം നോക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരാളാണിത്. വാച്ചിനേക്കാളും കുറച്ചുകൂടി വലിയ ബിരുദനാ. വാച്ച് ശരീരത്തിലാണ്. വാച്ചിനേക്കാൾ വലിപ്പമുള്ള സമയം നോക്കുന്ന എന്താ? ക്ലോക്ക്. ശരി ഉത്തരം. ഇനി അടുത്ത ചോദ്യം. ആമയ്ക്ക് ഇടമില്ലാത്ത കുണ്ടിൽ ആന ഇറങ്ങി ഒളിച്ചു. കുഴിയാന. ശരി ഉത്തരം. കുഴി ആന എന്ന് പറയുമ്പോ മനസ്സിലായല്ലേ? ശരി. ഇനി 3ാമത്തെ ചോദ്യാണേ. ആരോടും മല്ലടിക്കും മല്ലൻ, പക്ഷെ വെള്ളം കുടിച്ചാ ചാവും. തീ. ശരി ഉത്തരം. എത്ര പെട്ടെന്നാ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. അതുകൊണ്ടൊരു സമ്മാനം വരുന്നുണ്ട്, കാത്തിരിക്കണേ. രാജലക്ഷ്മി തുള്ളിയുടെ നല്ല ചങ്ങാതിയല്ലേ. ഇനിയും വിളിക്കൂട്ടോ രാജലക്ഷ്മിയെ. ഇപ്പൊ പോട്ടെ. ഉമ്മ. ബൈ. ഇപ്പോ നമുക്ക് തുള്ളി ഇൻബോക്സിലേക്ക് പോയാലോ? ഇന്നത്തെ തുള്ളി തപാൽ ഒരു കത്ത് വെച്ച് തന്നെ തുടങ്ങാം. ഇത് അയച്ചിരിക്കുന്നത് വിജയശ്രീയും വൈശാഖുമാണ്. പ്രിയപ്പെട്ട തുള്ളി, എന്തൊക്കെയുണ്ട് വിശേഷം? തുള്ളിയുടെ സ്ഥിരം പ്രേക്ഷകരാണെന്നും തുള്ളി വരെയും തുള്ളിക്കടങ്കഥയും ഒത്തിരി ഇഷ്ടമാണെന്നും തുള്ളി വാർത്ത ഏറെ പ്രയോജനമാണെന്നും ഒക്കെ ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. തുള്ളിയുടെ ഒരു ഭംഗിയായ ചിത്രവും വരച്ചിട്ടുണ്ട്. കൂടെ 2 കടങ്കഥകളും അയച്ചിട്ടുണ്ട്. ഈ 2 കടങ്കഥകളും തുള്ളിക്കടങ്കഥയിൽ ഉൾപ്പെടുത്താട്ടോ. കത്തിന്റെ കൂടെ 2 ചിത്രങ്ങളും വിജയശ്രീയും വൈശാഖും അയച്ചു തന്നിട്ടുണ്ട്. നല്ല ചിത്രങ്ങളല്ലേ? ഇനിയും ചിത്രങ്ങൾ തുള്ളിയിലേക്ക് അയച്ചു തരണേ. ഈ ചിത്രം കണ്ടോ? നല്ല ചിത്രമല്ലേ? ഇത് അയച്ചു തന്നിരിക്കുന്നത് മുഹമ്മദ് ഷബീബാണ്. ഇനി വേറെ ചിത്രം കൂടെ ഉണ്ടേ. ഹായ്, ഈ തുള്ളി വരയിൽ പഠിപ്പിച്ചതാണല്ലോ മുഹമ്മദ് ഷബീബ്. ഇനിയും ചിത്രങ്ങൾ തുള്ളിയിലേക്ക് അയച്ചു തരണേ. ഇതുപോലെ തുള്ളി കാണുന്ന എല്ലാ ചങ്ങാതിമാരും തുള്ളിയിലേക്ക് കത്തുകളും ചിത്രങ്ങളും കടങ്കഥയും ഒക്കെ അയച്ചു തരണേ. മിയ, ദിനോസറിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? ദിനോസറിന്റെ മുട്ട കണ്ടെത്തിയ കാര്യം പറഞ്ഞു. ദിനോസറുകളെ കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ജുറാസിക് പാർക്ക് സിനിമയിൽ ദിനോസറുകൾ വീണ്ടും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. പിന്നെ ദിനോസർ എന്ന വാക്കിന്റെ അർത്ഥം ഭീമൻ പല്ലി എന്നാണെന്നും പറഞ്ഞു. ശരി ശരി. എന്നാലും നമുക്ക് ചങ്ങാതിമാരോട് ബൈ പറയാം. ഇന്ന് പോകും മുമ്പ് ചങ്ങാതിമാർക്ക് 4 വരി പാട്ട് പാടിക്കൊടുക്കണം. ശരി ശരി, പാടിക്കോ. ചൂം ചുളിരേ ചുണ്ടങ്ങ പക്ഷി, ചൂം ചുളിരേ ചുണ്ടങ്ങ പക്ഷി, നന്നങ്ങ പറിക്കാൻ ഓടി വായോ, നന്നങ്ങ പറിക്കാൻ ഓടി വായോ, ഞങ്ങൾ പോവാണേ ചങ്ങാതിമാരേ. ടാറ്റാ.